വിവരങ്ങളുമായി രഞ്ജിത്ത്, ഇപ്പോൾ തെക്കേ ഗോപുരനട തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? തെക്കേ ഗോപുരനട തുറന്നിരിക്കുന്നു. ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ ഇനി എന്തൊക്കെയാണ് ഇന്ന് ചടങ്ങുകൾ നടക്കാനുള്ളത്? സ്മൃതി, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇതുതന്നെയാണ്. തെക്കേ ഗോപുര നട തള്ളി തുറന്ന് നെയ്തലക്കാവിലെ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നതോടുകൂടി പൂര വിളംബരമായിരിക്കുകയാണ്. നൂറുകണക്കിന് മനുഷ്യർ ആ പൂരക്കാഴ്ച കാണുന്നതിന് വേണ്ടി പൂരപ്രേമികളായിട്ടുള്ളവർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച ആ തെക്കേ ഗോപുര നട അലങ്കരിച്ച തെക്കേ ഗോപുര നടയിലൂടെ എറണാകുളം ശിവകുമാറിൻ്റെ മസ്തകത്തിലേറി നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്നതാണ്. തെക്കോട്ടിറക്കം എന്നൊക്കെ പറയുന്ന പൂര വിളംബരം എന്ന് പറയുന്ന ആ തെക്കോട്ടിറക്കം കഴിഞ്ഞ് നിലപാട് തറയിൽ അവിടെ എത്തി, അതായത് മൂലസ്ഥാനത്ത് ശ്രീമൂലസ്ഥാനത്ത് എത്തിച്ചേർന്ന് ഇപ്പോൾ നെയ്തലക്കാവിലെ ഭഗവതി നേരെ പോകുന്നത് ശ്രീമൂലസ്ഥാനത്തേക്കായിരിക്കും. ശ്രീമൂലസ്ഥാനത്ത് നിന്ന് പൂര വിളംബരം അവിടെയാണ് നടക്കുക. പൂര വിളംബരം നടത്തിയ ശേഷം അതിന് ഔപചാരികമായി ആധികാരികമായി അതിന് അവകാശപ്പെട്ടവർ അവിടെ പൂര വിളംബരം നടത്തും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. നാളെയാണ് യഥാർത്ഥത്തിൽ പൂരദിനം. മേടമാസത്തിലെ പൂരം എന്ന് പറയുന്നത് 8 ഘടകപൂരങ്ങളോടുകൂടി ഈ വടക്കുന്നാഥൻ്റെ മുറ്റത്തേക്ക് ഘടകപൂരങ്ങൾ എത്തുന്നതാണ് ഈ ചടങ്ങ്. മറ്റ് ചടങ്ങുകൾ ഇപ്പോൾ ഈ വെടിക്കെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ സാമ്പിൾ വെടിക്കെട്ടിന് പകരം പാറമേക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടിയും ഒക്കെ കതിന പൊട്ടിച്ചുകൊണ്ടാണ് ആ സാമ്പിൾ വെടിക്കെട്ടിന് പകരം ചടങ്ങ് നടന്നത്. വെടിക്കെട്ട് പൂർണ്ണമായും പ്രധാന വെടിക്കെട്ടും പകൽപൂരത്തിൻ്റെ വെടിക്കെട്ടും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എലഞ്ഞിത്തറ മേളം നടക്കും. അവിടെ മഠത്തിൽ വരവ് നടക്കും. മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കും. മഠത്തിൽ വരവിൻ്റെ പഞ്ചവാദ്യം നടക്കും. അതുപോലെ തന്നെ എലഞ്ഞിത്തറയിൽ മേളം നടക്കും. ഈ 2 മേളങ്ങളും മേളപ്രേമികളെ സംബന്ധിച്ചിടത്തോളം പൂരത്തിന് വരുന്ന മേളപ്രേമികൾ ഏറ്റവും കൂടുതൽ പൂരത്തിനെത്തുന്ന മേളപ്രേമികളാണ്. അത് കാഴ്ച ഭംഗി എന്ന് പറയുന്നത് വെടിക്കെട്ടും അതുപോലെ ആടയാഭരണങ്ങൾ അണിഞ്ഞ് മറ്റേ ആനകളാണ്. അതുപോലെ തന്നെ കുടമാറ്റമാണ് കാഴ്ച ഭംഗി. പക്ഷേ മേളപ്രേമികൾ മേളത്തിൻ്റെ ആസ്വാദകരുണ്ട് തൃശ്ശൂർ പൂരത്തിൽ. ആ മേളപ്രേമികളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് എലഞ്ഞിത്തറ മേളവും അതുപോലെ മഠത്തിൽ വരവിനുമാണ്. ആ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനും അതുപോലെ തന്നെ എലഞ്ഞിത്തറ മേളത്തിനും വേണ്ടി കാത്തിരിക്കുന്ന മേളപ്രേമികളെ സംബന്ധിച്ച് പൂരം ഇത്തവണ ഒരു എല്ലാ ഭംഗിയോടുകൂടിയ പൂരമായിരിക്കും. പക്ഷെ വെടിക്കെട്ട് ആസ്വാദകരെ സംബന്ധിച്ച് വെടിക്കെട്ട് പൂർണ്ണമായും ഈ പൂരത്തിനെത്തുന്നവർ പലരും പല കാഴ്ചകൾക്ക് വേണ്ടി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പൂര ചടങ്ങുകൾക്ക് ഏതാണ്ട് തുടക്കമായിരിക്കും.